ഇവിടെ ഇപ്പോൾ സ്റ്റേജിൽ ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട്. അതിൽ ഫ്രൂട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ എണ്ണപ്പലഹാരങ്ങളുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതിനെ ഒരുക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു കല്യാണ പെണ്ണ് കണക്ക് ഒരുക്കി കൊണ്ടുവരിക, അതാണ് സംഭവം. അങ്ങനെ ഒരുക്കിയിട്ടൊക്കെ കൊണ്ടുവന്ന് പിന്നെ അവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ മാലയിട്ട് കൊടുക്കുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ അതിനെ എടുത്തിട്ട് നേരെ സ്റ്റേജിൽ കൊണ്ടുപോയിടുമായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ, ഇങ്ങനൊരു സംഭവമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സത്യത്തിൽ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞങ്ങളുടെ അവിടോട്ടൊന്നും ഇങ്ങനൊരു പ്രോഗ്രാമായിട്ടോ ഇങ്ങനെ കാര്യങ്ങളായിട്ടൊന്നും നടത്തില്ല. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനും ഒക്കെ കൊണ്ടുവരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് കിട്ടിയത്. എനിക്കിങ്ങനെ ഇഷ്ടത്തിന് കഴിക്കാൻ ഫുഡുകൾ ഇഷ്ടത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്തയ്ക്ക, അപ്പം, ജിലേബി, ലഡു, അങ്ങനെ ഇഷ്ടത്തിന് സാധനങ്ങൾ, ഹലുവയൊക്കെ ആണെങ്കിൽ എൻ്റെ ദൈവമേ എന്തോരം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ, അത് കണക്ക്. പിന്നെ ഈ ഒരു ഫങ്ഷനിൽ വരുമ്പോഴത്തേക്കിന് എല്ലാവരും അന്നത്തെ ദിവസം വന്നിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് സാധാരണ. അങ്ങനെ അവർ അവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കുറച്ച് സ്റ്റിൽസ് അവളുടെ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇത് കൊലുസിട്ട് കൊടുക്കുകയാണ് അവർ, കാലിൽ കൊലുസ് മേടിച്ചത് കൊലുസിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി ആയിരുന്നു, ഞാൻ കുഞ്ഞിനൊക്കെ കൊടുത്ത് എന്നിട്ട് നമ്മൾ നേരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. തിരിച്ച് നമ്മളെല്ലാവരും കൂടെ ബസ്സിനായിരുന്നു വന്നത്. അങ്ങനെ ബസ് കയറിയപ്പോഴത്തേക്ക് ഒരാൾ ഇറങ്ങി. കാഞ്ചനം പെയ്യുന്ന കല്യാണമേളം അഞ്ജന കണ്ണെഴുതി നിന്നു പെൺമേഘം പൊൻപുടവ